കോതമംഗലത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. സംഘർഷഭരിതമാണ് സാഹചര്യങ്ങൾ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട്. മൂവാറ്റുപുഴ MLA-യും അതോടൊപ്പം എറണാകുളം DCC പ്രസിഡന്റിനെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ്. പ്രവർത്തകർ പ്രകോപിതരായി മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, എന്താണ് നിലവിലെ കോതമംഗലത്തെ സാഹചര്യം? സമര പന്തലിൽ വെച്ചാണ് മൂവാറ്റുപുഴ MLA മാത്യു കൊഴുനാടനെയും ഒപ്പം DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് വൈകുന്നേരത്തോടെ ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. ഇതിന്റെ തുടർ നടപടി എന്നോണമാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മാത്യു കൊഴുനാടൻ ഇപ്പോൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അതേസമയം മുഹമ്മദ് ഷിയാസ് മറ്റ് ജില്ലയിലെ ഇതിനടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത് എന്നറിയുന്നു. അതേസമയം സമരപ്പന്തലിൽ കയറി അറസ്റ്റ് ചെയ്തു എന്നതിലാണ് പ്രതിഷേധം രൂക്ഷമായിരിക്കുന്നത്. സമരപ്പന്തലിൽ പോലീസും ഈ സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന നേതാക്കളും മറ്റ് അനുയായികളും എല്ലാമായി ഉന്തും തള്ളും എല്ലാം ഉണ്ടായി. മുഹമ്മദ് ഷിയാസ് സമരപ്പന്തലിൽ നിന്ന് തൊട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വേളയിലാണ് മുഹമ്മദ് ഷിയാസിനെ ആദ്യം അറസ്റ്റ് ചെയ്തത്. ഇതിനെ തുടർന്ന് ബഹളമുണ്ടായി, ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിലാണ് മാത്യു കൊഴുനാടൻ MLA-യെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 കേസുകളാണ് നേതാക്കൾക്കെതിരെ പകൽ നടന്ന സംഭവവികാസങ്ങളുടെ പേരിൽ എടുത്തിരുന്നത്. ഒന്ന്, ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരുന്നത്. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ഉൾപ്പെടെ മാത്യു കൊഴുനാടൻ MLA-ക്കെതിരെ കേസെടുത്തിരുന്നു. പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസ് ഉദ്യോഗസ്ഥരോട് അസഭ്യം പറഞ്ഞതിനുമൊക്കെയാണ്. കൂടാതെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം അനുമതിയില്ലാതെ കടത്തിക്കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ്, മൃതദേഹത്തോട് അപമര്യാദയെ പെരുമാറി തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഏതാണ്ട് നേതാക്കൾ ഉൾപ്പെടെ 30ഓളം പേർക്കെതിരെ കേസെടുത്തിരുന്നത്. ഈ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നേതാക്കളെ സമരപ്പന്തലിൽ ഉപവാസം സമരം അനുഷ്ഠിച്ചിരുന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത്. ഇതോടുകൂടിയാണ് വലിയ തോതിൽ ഉന്തും തള്ളും ലാത്തി വീശലും ഒക്കെ ഉണ്ടായത്. എന്തായിരുന്നാലും DCC അധ്യക്ഷനെ ആദ്യം അറസ്റ്റ് ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ മാത്യു കൊഴുനാടൻ MLA-യെ അറസ്റ്റ് ചെയ്തു. സമരപ്പന്തലിൽ മാത്യു കൊഴുനാടന് ഒപ്പം ഉണ്ടായിരുന്ന പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി. എങ്കിലും പ്രവർത്തകർ ഇതിന് തടസ്സം നിൽക്കുകയായിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ട്. UDF-ലെ മറ്റ് പ്രാദേശിക തരത്തിലുള്ള പ്രധാന നേതാക്കൾ എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. നാളെ 10:30 മണിയോടുകൂടിയാണ് ഈ കാട്ടാന ചവിട്ടിക്കുന്ന ഇന്ദിരയുടെ സംസ്കാരം നടത്താനിരിക്കുന്നത്. അതിന് മുന്നേ തന്നെ പോലീസ് പന്തലിൽ കയറി നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ഇതിലാണ് പ്രതിഷേധം രൂക്ഷമായിരിക്കുന്നത്. ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുടർ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് ഒരു ധാരണയായി വരുന്നതേയുള്ളൂ. എന്തായിരുന്നാലും കോതമംഗലത്ത് നാളെയും വളരെ വലിയ പ്രതിഷേധം ഉയരാൻ തന്നെയാണ് സാധ്യത. ഒരു ജനകീയ വിഷയത്തിലാണ്. ജനങ്ങൾ ജീവിക്കാൻ തന്നെ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്ര വലിയൊരു പ്രതിഷേധത്തിന് ഇന്ന് തങ്ങൾ തുനിഞ്ഞത് എന്നാണ് നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാന ആക്രമണങ്ങൾ, മറ്റ് വന്യജീവികളുടെ ആക്രമണങ്ങൾ ഒക്കെ തുടരുമ്പോഴും ഇതിനെതിരെ ചെറുവിരലനക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അതായത് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. വേലിക്കെട്ടുകൾ തീർക്കുക, കിടങ്ങുകൾ തീർക്കുക, അത്തരം കാര്യങ്ങളൊന്നും പ്രായോഗികമല്ല. ഓരോ സ്ഥലത്തും അപകടം ഉണ്ടാകുമ്പോൾ 10 ലക്ഷം രൂപ നൽകി ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും, ഏതാണ്ട് എല്ലാ ജില്ലകളിലും തന്നെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ദുരന്തമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലാണ് ഇതിന്റെ ഭീതി ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ നടപടികൾ വേണം. മാത്രവുമല്ല, ഇന്ന് തിങ്കളാഴ്ച കൊല്ലപ്പെട്ട ഇന്ദിരയുടെ കുടുംബത്തിന് അർഹമായ എല്ലാ പരിഗണനയും നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മൂവാറ്റുപുഴ MLA മാത്യു കൊഴുനാടന്റെയും ഒപ്പം തൊട്ടടുത്ത് തന്നെയുള്ള മണ്ഡലമായ പെരുമ്പാവൂർ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ സമരപന്തലിലേക്ക് എത്തിയിട്ടുണ്ട്. സമരത്തിന്റെ രൂപം മാറുകയാണ്, ഭാവം മാറുകയാണ് എന്ന് തോന്നുന്നു. ലാൽ, ഈ സംഭവ സമയം ഇന്ന് വൈകിട്ട് രമേശ് ചെന്നിത്തല കോതമംഗലം പ്രദേശത്തുണ്ടായിരുന്നു. ഈ വിവരം അറിഞ്ഞുകൊണ്ടാണ് അല്പസമയം മുൻപ് അദ്ദേഹം സമരപന്തലിലേക്ക് എത്തിയത്. കടുത്ത സമരപരിപാടികളിലേക്ക്, പ്രത്യക്ഷ സമരപരിപാടികളിലേക്കും വലിയ പ്രതിഷേധ രൂപങ്ങളിലേക്കും പോകണം എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോഴുള്ളത്. അതേസമയം കോൺഗ്രസിലെയും